Good morning dear students. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് അല്ലേ. കമ്പ്യൂട്ടേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ക്ലാസിഫിക്കേഷൻ എന്ന വിഭാഗങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഡിവൈഡ് ചെയ്തത് നമ്മൾ കമ്പ്യൂട്ടറിനെ. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭാവിയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് എത്രത്തോളം നമുക്ക് സിലബസ് കവർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള എന്തൊക്കെ നമുക്ക് ഡാറ്റാസാണ് പഠിക്കാനുള്ളത്. എസ്സേ, ദെൻ ഷോർട്ട് ക്വസ്റ്റ്യൻ, എസ്സേ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻഡ് ഷോർട്ട് എസ്സേ, പിന്നെ വലിയ എസ്സേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം സിലബസിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് ഡാറ്റകൾ എത്ര പഠിക്കുക എല്ലാം അറിയുന്നത് എന്താണ് ഈ ഒരു പോയിന്റ് വെച്ച് മനസ്സിലാവും. കാരണം ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ തന്നെ മനസ്സിലാവും നമുക്ക് എത്രത്തോളം കവർ ചെയ്ത് പോകാനാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഫസ്റ്റ് ഇത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് അല്ലേ. പർപ്പസിന് പ്രകാരം കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്താണ് ബേസിസ് ഓഫ് പർപ്പസ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി. കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം കൊണ്ടും കപ്പാസിറ്റി കൊണ്ടും അതിൻ്റെ ഒരു കപ്പാസിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുക, സ്ട്രോങ് എന്നൊക്കെ പറയും അല്ലേ. കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് അത് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒരു ഭാഗം. തേർഡ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഓഫ് ടെക്നോളജി യൂസ്ഡ്. ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ്, എന്തൊക്കെ ഡാറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ടെക്നോളജിക്കൽ യൂസ്ഡ്, ടെക്നോളജി യൂസ്ഡിലേക്ക് നമ്മൾ എന്തൊക്കെ ഡാറ്റാസാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പ്രകാരവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഇതിൽ തന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്, ജനറൽ പർപ്പസ്, അതായത് ബേസിസ് ഓഫ് പർപ്പസ് നമ്മൾ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്. പർപ്പസിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്, ജനറൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൻ്റെ ശരിയായ ഉദ്ദേശം എന്താണ്, പർപ്പസ് എന്താണ്, ശരിയായിട്ട് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ. അത് ജനറൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ ഫുൾഫിൽ ജനറൽ റിക്വയർമെൻറ്റ്സ് സച്ച് എ ഗെയിമിംഗ്, വേർഡ് പ്രോസസ്സിംഗ് അല്ലേ. വേർഡ് പ്രോസസ്സിങ്ങിനും ഗെയിമിങ്ങിനും, നമുക്കറിയാം നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ ഗെയിം കളിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ചില പാരൻസ് കുട്ടികൾ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം വാങ്ങിക്കൊടുക്കുന്ന പാരൻസും ഉണ്ട് അല്ലേ, നമുക്കറിയാം. അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്, ജനറൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ റിക്വയർമെൻറ്റ്സ് സച്ച് എ ഗെയിമിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇൻവോയ്സിംഗ് എക്സെട്ര. ആൻഡ് ദീസ് ആർ യൂഷ്വലി യൂസ്ഡ് ഹോം, സ്കൂൾ ആൻഡ് ഓഫീസസ്. മെയിൻ പർപ്പസ് എന്താ, ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ എന്തിനു വേണ്ടിയിട്ടുമാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ്സ് സച്ച് എ ഗെയിമിംഗ് ആൻഡ് എക്സ്ട്രാ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇൻവോയ്സിംഗ്. ഇൻവോയ്സിംഗ്, INVOICING, വോയ്സിംഗ്, ഇൻവോയ്സിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഗെയിമിംഗ്, GAMING, ഗെയിമിങ്ങിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദീസ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ ഹോം. എവിടെയാണ് പ്രധാനമായിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്നത്, എവിടെ യൂഷ്വലി ഉപയോഗിക്കുന്നത് എവിടെയാ, ഹോമിൽ, വീട്ടിൽ ആൻഡ് സ്കൂളിലും ഓഫീസുകളിലും. ഓക്കെ, ദെൻ സ്പെഷ്യൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് സ്പെഷ്യൽ പർപ്പസ്, എന്താ പ്രധാനമായി സ്പെഷ്യലായിട്ട് എന്ത് പർപ്പസാണുള്ളത്. സ്പെഷ്യൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻഡ് ടു പെർഫോമിങ് സ്പെസിഫിക് ടാസ്ക്. ചില ടാസ്കുകൾ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ചില പ്രത്യേക തരം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എന്തിനുപയോഗിക്കുന്നു, ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ദീസ് മേ ബി യൂസ്ഡ് ഫോർ റിസർച്ച് ആക്ടിവിറ്റീസ്. നമ്മൾ എന്തിനുപയോഗിക്കുന്നു, റിസർച്ച് ചെയ്യാനും ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു. സച്ച് എ വെതർ ഫോർകാസ്റ്റിംഗ്, വെതർ കാലാവസ്ഥാ പ്രവചനത്തിന് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ആൻഡ് സ്പേസ് റിസർച്ച്, സ്പേസ് നമുക്കറിയാം സ്പേസ് അല്ലേ, അതായത് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണം, അതിലൊക്കെ സ്പേസുകൾ വിക്ഷേപണ കേന്ദ്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു. റിസർച്ച് സെൻറ്ററുകൾ ഉപയോഗിക്കുന്നു. ഡിഫെൻസ് പ്രതിരോധ മേഖല അല്ലേ, പ്രതിരോധം നമുക്കറിയാം നമ്മുടെ രാജ്യം ഇൻ്റർനാഷണൽ, നമുക്ക് ഇപ്പോൾ തന്നെ ഒരു യുദ്ധം കഴിഞ്ഞ് നമുക്ക് ഓർമ്മയില്ലേ, പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയെ വിമാനം നമ്മുടെ അവരുടെ റഡാറുകളും മറ്റതും നമ്മുടെ ഇതിലെത്തിയപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്തതും നമ്മുടെ പ്രധാനമന്ത്രി പെട്ടെന്ന് ഇൻ്റർനാഷണൽ മീറ്റിങ്ങൊക്കെ കൂടി പെട്ടെന്ന് അതിന് നമ്മൾ നയതന്ത്രപരമായി ഇടപെടാനൊക്കെ പറ്റി എന്തുകൊണ്ടാണ്, ഈ ഒരു കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രതിരോധത്തിന് നമ്മുടെ രാജ്യം ഇൻ്റർനാഷണലി നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധത്തിന് രാജ്യം എന്തെങ്കിലും അപകട പ്രതിസന്ധിയിലാവും നമ്മുടെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാനോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഇതിന് ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. വെതർ ഫോർകാസ്റ്റ്, അതേപോലെ തന്നെ വെതറും കൊടുങ്കാറ്റ് മഴ ഒക്കെ അതും ഒരു പ്രതിരോധത്തിൽ വേറെ ഇതാണ് നമ്മുടെ സേഫ്റ്റി. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ പെട്ടെന്ന് എന്തുണ്ടാവും, ഫ്ലഡും കൊടുങ്കാറ്റ്, പേമാരി, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്,
എന്ത് വേണം, കമ്പ്യൂട്ടറിന് സിഗ്നലും അല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. പ്രോസസ് ഓഫ് കമ്പ്യൂട്ടറിൽ പറ്റും. റിസർച്ച് ആക്ടിവിറ്റീസ് ഓരോ റോക്കറ്റ് റിസർച്ച് ചെയ്യാൻ, പല കാര്യങ്ങളും റിസർച്ച് ചെയ്യാൻ, അത് സയൻറ്റിഫിക് ആയിക്കോട്ടെ അക്കാദമിക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, റിസർച്ച് മീൻസ് അതിൻ്റേതായ രീതിയിൽ അതിൽ തന്നെ ഗവേഷണ മേഖലകളിലും എന്തുപയോഗിക്കുന്നു, പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. സ്പെഷ്യൽ പർപ്പസ് ആണ്. നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് കമ്മ്യൂണിറ്റി. അതാണ് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി. സൈസ് നമുക്കറിയാം, സ്മോൾ, പലതരം സൈസാണ്. നമുക്കത് ഇതിൽ തന്നെ പറയാതെ തന്നെ എഴുതാനുള്ള എസ്സിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇത് ജസ്റ്റ് പോയിന്റ് കിട്ടിയാൽ തന്നെ ഇഷ്ടംപോലെ എഴുതാനുള്ള പോയിന്റ്സ് നമുക്കറിയാം. അതായത് ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി. മൈക്രോ കമ്പ്യൂട്ടർ ആർ ദ സ്മോളസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതൊരു സ്മോളസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് മൈക്രോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയതാണ്, സ്മോൾ എക്കണോമിക്സിനെ പറ്റി പഠിക്കുന്ന ചെറിയ ശാഖയാണ്. മാക്രോ പറഞ്ഞാൽ വിശാലമായ ഏരിയ നമ്മൾ. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ വരുമ്പോൾ മൈക്രോ എന്ന് പറയുമ്പോൾ സ്മോൾ, ചെറുതാണ് അല്ലേ. ആർ സ്മോളസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം. Micro computer is the smallest computer system. They are mostly single user general purpose of computer. They are relatively small in size and inexpensive computer with a microprocessor of CPU of microprocessor as its CPU. Their speed as a comparison of mainframe of supercomputer and low, and their size range from calculator of desktop. Okay, then mini computer, small computer, mini computer. It's a mini computer are larger in size and suitable for a small business on department of a larger organization to be used as servers with support hundred of users time to a sharing printer and sharing and storing central information. പല ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും ഡാറ്റ കളക്ട് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, മിനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. മിനി കമ്പ്യൂട്ടർ ആർ ലാർജർ ഇൻ സൈസ് ആൻഡ് ആർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ് ഫോർ ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ലാർജ് ഓർഗനൈസേഷൻ ടു ബി യൂസ്ഡ് ആസ് എ സപ്പോർട്ട്. 100 യൂസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ മിനി. ലാർജ് ഏരിയ ഓഫ് ബിസിനസ്സിലൊക്കെയാണ് ഈ മിനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. മെയിൻ ഫ്രെയിം ഇതിൽ തന്നെ ഉള്ളതാണ് ഇത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. എന്താണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആർ പോപ്പുലർലി നോൺ ആസ് ബിഗ് അയൺ. ദേ ആർ വെരി ബിഗ് ഇൻ സൈസ് ആൻഡ് വെരി എക്സ്പെൻസീവ്. അത് സൈസിൽ ഭയങ്കര ബിഗാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ദ കമ്പ്യൂട്ടേഴ്സ് ആർ കേപ്പബിൾ ഓഫ് സപ്പോർട്ടിങ് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് എറ്റ് ടൈം ഓഫ് മാസീവ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് മിനി ഫ്രെയിം കമ്പ്യൂട്ടർ എന്താണ്? Mini frame computer are popularly known as big iron. They are very big size ആണ് കേട്ടോ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ബിഗ് സൈസ് എന്ന്, അത് മറന്നു പോകരുത്. മൈക്രോ കമ്പ്യൂട്ടർ പോലല്ല എന്ത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അതായത് ലാർജ് സൈസാണ്. Okay, these computers are basically used by big data storage. അത് ബിഗ് ആണെങ്കിൽ അതിന് എന്തും കൂടി ഉണ്ട്, ബിഗ് ഡാറ്റ കപ്പാസിറ്റി ഉണ്ട്, ഡാറ്റ കളക്ഷൻ കപ്പാസിറ്റി കൂടി ഇതിലുണ്ട്. ഓക്കെ, അത് എവിടെയൊക്കെ ഉപയോഗിക്കാതെ നോക്കുക. ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ ബേസിക്കലി യൂസ്ഡ് ബൈ ബിഗ് ഓർഗനൈസേഷൻ സച്ച് എ ബാങ്ക്. ഈ ഒരു എന്താ നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ബേസിക്കലി യൂസ്ഡ് ഇൻ ബാങ്ക്സ്. ഓക്കെ, അതായത് ബിഗ് ഓർഗനൈസേഷൻ പോലെ വലിയ സ്ഥാപനങ്ങൾ, ബാങ്കുകളിൽ, പിന്നെ ബാങ്കിൽ, ഇ കൊമേഴ്സ് പോർട്ടൽസിൽ, ഇൻഷുറൻസ് കമ്പനീസിൽ, റെയിൽവേസിൽ, എയർലൈൻസിൽ അല്ലെ, എയർലൈൻ ഒക്കെ വലിയ ഓർഗനൈസേഷൻ അതിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൽ ആൻഡ് സച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സെൻസസ് നമ്മളെ സെൻസസിലൊക്കെ ഉപയോഗിക്കും. അതൊക്കെ അത് ഇൻ്റർനാഷണൽ സെൻസസിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ബിഗ് ഫ്രെയിം കമ്പ്യൂട്ടർ, അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടർ. എന്താണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ? സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് എ കമ്പ്യൂട്ടർ വിത്ത് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. ദേ ആർ മോസ്റ്റ് പവർഫുൾ ആൻഡ് വെരി എക്സ്പെൻസീവ്. അത് വളരെ പവർഫുള്ളും ആണ്, എന്തുമാണ്, എക്സ്പെൻസീവും ആണ്. എന്ത്? നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ. ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടർ പ്ലേസ് വെരി വൈറ്റൽ റോൾ ഇൻ ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ. They are utility perform in any computer task in norms of weather for climate research. വെതർ, ക്ലൈമറ്റ്, ഇതൊക്കെ നമ്മുടെ എന്താണ് സയൻറ്റിഫിക്കായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. വെതർ അത് കാലാവസ്ഥ പറയാനും ആൻഡ് ഫിസിക്കൽ സ്റ്റിമുലേഷൻസ്. ആൻഡ് ദീസ് കമ്പ്യൂട്ടർ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ഇൻ നാഷണൽ റിസോഴ്സസ്. നാഷണൽ റിസോഴ്സിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്?
സൂപ്പർ കമ്പ്യൂട്ടർ മറന്നു പോകരുത്. ഇതിലിപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിനെ പറ്റി ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. എസ്സേ മറന്നു പോകരുത് സൂപ്പർ കമ്പ്യൂട്ടറിനെ പറ്റി. നെക്സ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ടെക്നോളജി. ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ടെക്നോളജിയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.